ശബരിമല വിഷയം, the verdict. അപ്പൊ അതിനെ പറ്റിയിട്ട് സാറിന്റെ പ്ലീസ് ഗിവ് യുവർ അതില് അപ്പോ ലോകം മുഴുക്കുള്ളൊരു തത്വമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുള്ളതാണ്. എന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഏതെങ്കിലും കോടതിയിൽ വിധി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണമെന്നാണ്. അപ്പോൾ ഇവിടെ അയ്യപ്പനാണ് കഥാപാത്രം, ലോർഡ് അയ്യപ്പ. അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അതായത് പ്രതിഷ്ഠ, നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു വിഗ്രഹം കൊണ്ട് ഒരു ക്ഷേത്രം കെട്ടാൻ പോകുന്നു. ആ പുതിയ ക്ഷേത്രത്തിന്റെ സൈഡിൽ വെച്ചിരുന്ന ആ ഐഡലിന് ഒരു അവകാശമില്ല. ബട്ട് ദ മൊമെന്റ് പ്രതിഷ്ഠ സെറമണി ഈസ് ഹെൽഡ്, ഇറ്റ് എക്സ്പോർട്സ് ഇൻടു എ ജുറിസ്ഡിക്കൽ പേഴ്സൺ ഹാവിംഗ് ലീഗൽ റൈറ്റ്സ്. അതിന്റെ സ്റ്റാറ്റസ് ഒരു പെർപെച്വൽ മൈനറാണ്, ഒരിക്കലും പ്രായപൂർത്തി ആകാത്ത ഒരു കുട്ടിയുടെ സ്റ്റാറ്റസ്. അപ്പോ കുട്ടിയാകുമ്പോൾ അതിലൊരു ഹ്യൂമൻ ഏജൻസി ഉണ്ടെങ്കിലേ അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നൊക്കെ പറയുന്നത് യൂണിഫോം അല്ലല്ലോ. പല ക്ഷേത്രത്തിലും പല പൂജയും പല കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ഈ ഡയറ്റി കൊച്ചുകുട്ടിയുടെ ലീഗൽ റൈറ്റ്സ് ആണ്. അപ്പോ ഈ പബ്ലിക് ടെമ്പിൾ ആയാൽ പോലും ഈ സാങ്ക്ടം സാങ്ക്ടം എന്ന് പറയുന്നത് ആ ഡയറ്റിയുടെ പ്രൈവറ്റ് പ്ലേസ്. അപ്പൊ അവിടെ എന്തൊക്കെ നടക്കുന്നു, ആർക്ക് വരാം, ആർക്ക് വന്നുകൂടാ എന്നുള്ളതൊക്കെ ഈ ഡയറ്റിയുടെ തീരുമാനം കൂടി, അഭിപ്രായം കൂടി കേട്ടിട്ട് മാത്രമേ ഒരു കോടതിക്ക് ഇത് പറയാൻ പറ്റൂ. അല്ലാതെ നീ ഇന്ത്യൻ പൗരനാണെങ്കിലും ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞ് ഇപ്പൊ എന്റെ വീട്ടിൽ ആ സാഹചര്യം കയറിക്കൊന്ന് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റും. അപ്പൊ അതുപോലെയുള്ള ഒരു ഇത് കൊടുക്കണം. അപ്പോ 1992 കേരള ഹൈക്കോടതി ജസ്റ്റിസ് പരിപൂർണൻ മാരാരുമായിരുന്നു. അവര് രണ്ടും കൂടി ഈ ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല എന്നൊരു വിധി പറഞ്ഞു. ആ വിധി പറഞ്ഞതും ഒരു പരിപൂർണമായ ഒരു കറക്റ്റ് ജഡ്ജ്മെന്റ് ആയിരുന്നില്ല. അന്ന് ഹൈക്കോടതി പറഞ്ഞത് ഈ ശബരിമല എന്ന് പറയുന്ന അയ്യപ്പന്മാരെന്ന് പറയുന്നത് റിലീജിയസ് ഡിനോമിനേഷൻ ആണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആകാമെന്നാണ് ഹൈക്കോടതി അന്ന് പറഞ്ഞത്. പക്ഷെ അത് തെറ്റായി. ഈ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ഓരോ മതത്തിനും അടിയിലുള്ള ചില പ്രത്യേക സെക്റ്റുകളാണ്. അവർക്ക് അസ്വാഭാവികമായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബിലീഫ്സും ഒക്കെ ഉള്ളതും അതിലെ മെമ്പേഴ്സ് എല്ലാം കൂടി വളരെ നമ്മളെ ഈ തേനീശ കൂടുപോലെ വളരെ യൂണിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവരുടെ ഈ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 26 ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനവും ഒക്കെ സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അവർക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം, അതിനകം ഭരിക്കാം, അതിനൊക്കെ ഉള്ള അവകാശമുണ്ട്. അപ്പൊ അയ്യപ്പന്മാർ അങ്ങനെയാണ്? ഒരിക്കലുമില്ല. അയ്യപ്പൻ എന്താണ്, ഇപ്പൊ പണ്ടൊക്കെ 43 ദിവസം വ്രതം പിടിക്കും. ഇപ്പൊ കോടതിയുടെ തലേ ദിവസം വ്രതവും പിടിച്ച് അവിടെ പോയിട്ട് വരണ വഴി തന്നെ മാല ഊരി കളഞ്ഞിട്ട് ബാറിപ്പോടെ കേസുള്ളവരുണ്ട്. ഡിനോമിനേഷൻ അങ്ങനെയല്ല. അവർക്ക് ഭക്തിപരം മാത്രമാണ് അവർക്ക് പ്രത്യേക ദർശനങ്ങളും കാര്യങ്ങളും. അപ്പൊ അതുമല്ല, വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് വേറെ ക്ഷേത്രത്തിലും പോവാം. അപ്പൊ അതൊരു അയ്യപ്പന്മാരൊരു ഡിനോമിനേഷനേ ഇല്ല. എന്നിട്ട് ഡിനോമിനേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഹൈക്കോടതി വിധി പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? ഹൈക്കോടതി ഒരു വിധി പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും പരാതിയുള്ള പക്ഷം സുപ്രീം കോടതി SLP ആയിട്ട് പോകണം. മോറോവർ ഹൈക്കോടതി വിധികളാണ് അന്തിമമെന്ന് നിയമം പറയും. അതിനെതിരെ അപ്പീൽ കൊടുക്കണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി സ്പെഷ്യൽ ലീവ് ചോദിക്കണം. ഞങ്ങൾക്ക് അപ്പീൽ കൊടുത്തോട്ടേ എന്ന് ചോദിക്കണം. കൊടുത്തോന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ മാത്രമേ പിന്നെ അവിടെ അപ്പീൽ കൊടുക്കാൻ പറ്റൂ. അതാണ് SLP എന്ന് പറയുന്നത്. അതിന് 12 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ദ യങ് ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ ആണ് ഈ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ ആ യൂണിയനിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, പാഴ്സി ഉണ്ട്, സർദാർജി ഉണ്ട്, എല്ലാവരും കൂടെ കൂട്ടണം. അപ്പൊ അവർ വന്നിട്ടാണ് പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശനം ഈ ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പൊ ഒരു മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് മറ്റൊരു മതത്തിലുള്ള ഒരു വ്യക്തിക്ക് പോയി കേസ് കൊടുക്കാൻ പറ്റും.
അത് ഒന്നാമത്തെ ഇത്. രണ്ടാമത്, ഈ കേസ് അവിടെ വന്നപ്പോഴേ തന്നെ ഈ ജസ്റൂഡിക്കേറ്റ എന്നാണ് പറയുന്നത്. കാരണം ഇത് ആൾറെഡി ഡിസൈഡ് ചെയ്തൊരു കേസ്. അതിനെയാണ് പുതിയ ഒരു കുപ്പിയിൽ പുതിയ വീഞ്ഞാക്കി സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നത്. ഞാനായിരുന്നു അതിന്റെ വക്കീൽ. ആദ്യമായിട്ട് ഞാൻ ആ ജഡ്ജിമാരോട് ചോദിച്ചിരുന്നു. ഞാൻ ഫസ്റ്റ് പറയും, ദിസ് യു ഹാവ് നോ ജൂറിസ്ഡിക്ഷൻ അണ്ടർ റിട്ട് ജൂറിസ്ഡിക്ഷൻ ടു കൺസിഡർ ദിസ് കേസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, വൈ വി ആർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഹാവിംഗ് 5 ജഡ്ജസ്, വി ആർ സുപ്രീം കോർട്ട്. അപ്പോൾ പറയും, മൈ ലോർഡ്ഷിപ്പ്, നിങ്ങൾ പോയി ചർച്ച ചെയ്യാൻ പോകുന്നത് ലോർഡ് അയ്യപ്പയുടെ ലീഗൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഹി ഹാസ് എവറി റൈറ്റ് ടു ബി ഹേർഡ്. ഈസ് എ പാർട്ടി ഹിയർ? പാർട്ടിയല്ല, അപ്പൊ കേൾക്കാൻ പറ്റത്തില്ല. രണ്ട്, ഇതൊരു പാർട്ടി ആക്കാമെന്ന് പറഞ്ഞില്ല. ഇപ്പൊ കേസ് കൊടുത്തവർ പറയുകയാണ്, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അയ്യപ്പനെ കൂടെ കക്ഷി ചേർത്ത്. അതും പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് കക്ഷി ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു സിവിൽ കേസായിട്ട് മാറും. അയ്യപ്പ ഈസ് എ പ്രൈവറ്റ് എൻറ്റിറ്റി. ഒരു കോടതിക്കും സുപ്രീം കോടതിക്കും ഒരു റിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി എതിരെ. ഉള്ളി എഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ് മാത്രമേ സർക്കാരിന് ഒരു കോടതിക്ക് പല രീതിക്കുള്ള റിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ. ഒരു പ്രൈവറ്റ് വ്യക്തിക്കെതിരെ ഒരു റിട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോ അത് ഹിന്ദു മൽഹോത്ര പറഞ്ഞതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. ഇവിടെ ക്വസ്റ്റ്യൻ ഓഫ് ലോ മാത്രമേ ഈ ആർട്ടിക്കിൾ 222-നും 226-നും അടിയിലും കോടതിക്ക് പരിശോധിക്കാൻ പറ്റും. ഫാക്ട്സ് പരിശോധിക്കണം എങ്കിൽ ട്രയൽ നടത്തണം, തെളിവെടുക്കണം. അതിനുശേഷം മാത്രമേ ആ ഫാക്ട്സ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ. അപ്പോ സുപ്രീം കോടതിക്ക് ഈ കേസ് പരിഗണിക്കാനേ പറ്റത്തില്ലായിരുന്നു. ആ നിയമപരമായിട്ട് അത് ആർഗ്യൂ ചെയ്തിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചത് ആർഗ്യൂ ചെയ്തവരൊക്കെ പറഞ്ഞ് അയ്യപ്പന്മാര് ഡിനോമിനേഷനാണ്, അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. സുപ്രീം കോടതി പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞു, അയ്യപ്പൻ ഒരു ഡിനോമിനേഷൻ അല്ല, അതുകൊണ്ട് അവർക്ക് ഈ പ്രത്യേക അവകാശങ്ങളില്ല. അതേസമയം മെയിൻ്റനബിലിറ്റി ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു എങ്കിൽ ഇവർ തർക്കിക്കാൻ പോയി കോടതിയിൽ, പിന്നെ നിങ്ങളെ കയറ്റാം, തർക്കമായിരുന്നു. പക്ഷേ മെയിൻ്റനബിലിറ്റി അവിടെ ചലഞ്ച് ചെയ്തില്ല. ഈ കേസ് പരിഗണിക്കാൻ, ഈ കേസ് നിലനിൽക്കുന്നതല്ല, ഇത് സുപ്രീം കോടതി പരിഗണിക്കാൻ പാടില്ലായിരുന്നു എന്ന് വാദിച്ചിരുന്നു എങ്കിൽ പിന്നെ ജഡ്ജിമാർക്ക് എന്തും വിധിക്കാം, അത് വേറെ കാര്യം. നിയമപരമായ ഒരു ആർഗ്യുമെന്റ് അവിടെ നടത്തിയെങ്കിൽ ഈ ജഡ്ജസ് വന്നിട്ട് നിയമത്തിനെ ബഹുമാനിക്കുന്ന ആൾക്കാരും ആയിരുന്നു എങ്കിൽ ഈ ശബരിമല കേസിൽ ഈ ഇത്തരത്തിലുള്ള ഒരു വിധി ഒരിക്കലും തന്നെ ഉണ്ടാകും. മറ്റൊന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം ഇതിനായിട്ടുള്ള കാര്യമാണത്. കാരണം അത് മെയിൻറ്റൈനബിൾ അല്ലായിരുന്നു റിപ്പറ്റീഷൻ. അതെ, തീർച്ചയായിട്ടും ഞാൻ സ്ത്രീകൾ കയറുന്നതിന് അനുകൂലമാണ്. കാരണം 1991 വരെ അവിടെ സ്ത്രീകൾ കയറുമായിരുന്നു. ഈ മണ്ഡലകാലത്തും പത്രപരസ്യം വരുമായിരുന്നു. മണ്ഡലകാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതുവരെ സ്ത്രീകൾ കയറുമായിരുന്നു. അന്നൊന്നും ശബരിമലയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഈ ഹൈക്കോടതിയിലെ കേസ് വരുന്നതും ഈ ഒരു റെസ്ട്രിക്ഷൻ വന്നതും. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് അഭിപ്രായമൊന്നുമില്ല. എന്തായാലും ഒരു നിയമത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ആ വിധി തെറ്റാണ്. അയ്യപ്പന് ബൈൻഡിങ് അല്ല. തീർച്ചയായിട്ടും അത് ആ തുടക്കത്തിൽ തന്നെ അത് വാദിച്ചിരുന്നു. സാർ പറഞ്ഞ പോയിന്റുകൾ വാദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ലോങ് ലീഗൽ ബാറ്റിലും അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. 5 ജഡ്ജിമാരുടെ എത്ര സമയമാണ് പോയി, എത്ര ദിവസം വാദം നടന്നു. 5 ജഡ്ജിമാർ, പിന്നെ ആ ജഡ്ജിമെന്റ് എഴുതാനുള്ള സമയം വേറെ. അതെ, വീണ്ടും നമ്മൾ സുപ്രീം കോടതിയിലേക്ക് തന്നെയാണ് വരുന്നത്. പർദിവാല അടുത്ത കാലത്ത് ചെയ്ത വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു വിധി, ഗവർണർക്കും പ്രസിഡന്റിനും നിയമങ്ങൾ പാസ്സാക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ആ ഒരു വിധി. എന്റെ ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു വിധി നിയമപരമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു വിധിയാണോ എന്നുള്ള സാറിന്റെ ഒരു അഭിപ്രായം. 2, ഇപ്പൊ ഈ പ്രസിഡൻഷ്യൽ റഫറൻസ് അതിനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പഴയ വിധി ഈ പ്രിഫറൻഷ്യൽ റഫറൻസ് കൊണ്ട് തിരുത്തപ്പെടുമോ, അല്ലെങ്കിൽ അത് തിരുത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ചോദ്യം. ഈ പർദിവാലയും മഹാദേവനും കൂടെ പറഞ്ഞ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഫൈനലാണ്. അപ്പൊ അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വിധിയെ സെറ്റ് അസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിനെ റിവ്യൂ കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുക്കണം. അല്ലാതെ വേറെ ഒരു മാർഗത്തിൽ കൂടിയും ആ വിധിയെ അസ്ഥിരപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പോ ആർട്ടിക്കിൾ 143 പ്രകാരമുള്ള പ്രസിഡൻഷ്യൽ റഫറൻസ് വന്നു.
അതിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ച് പ്രസിഡന്റിനെ അഭിപ്രായം അറിയിച്ചു. അതൊരു ജഡ്ജ്മെന്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ദാറ്റ് ഈസ് ഒൺലി എ സെറ്റ് ഓഫ് അഡ്വൈസ്. അതിന് ആരുടെ പുറത്തും ഒരു ബൈൻഡിങ് ഇല്ല. അപ്പോൾ മഹാദേവനും പർദിവാലയും കൂടി പറഞ്ഞ ജഡ്ജ്മെന്റ് പ്രകാരം അന്ന് ഈ ബില്ലില് ഒപ്പിട്ടില്ലെങ്കിൽ ഡീംഡ് അസെന്റ് എന്നാണ് പറഞ്ഞത്. അത് ആയെങ്കിൽ അത് ആയത് തന്നെയാണ്. അതിന് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസിലെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ആ അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ അത് ഇപ്പോഴും ഇൻടാക്റ്റാണ്. മനസ്സിലായില്ലേ? കാരണം റിവ്യൂ കൊടുത്തിട്ടില്ല, ക്യൂറേറ്റീവ് കൊടുത്തില്ല. പക്ഷേ ഭാവിയിൽ ഇത്തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് ഒരിക്കലും ഒരു ഈ ബെഞ്ച് പറയത്തില്ല. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഉപദേശം തന്നെ ജഡ്ജസിന് അത് ബാധകമാണല്ലോ. മനസ്സിലായി? അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഡീംഡ് അസന്റ് പ്രകാരം നിയമമായത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയിൽ വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഇത് മഹാദേവന്റെയും ഈ പർദിവാലയുടെയും ജഡ്ജ്മെന്റ് ഒരു ലാർജർ ബെഞ്ചിലേക്ക് പോകും. ആ ബെഞ്ചിന് വേണമെങ്കിൽ ഈ 2 അംഗ ബെഞ്ചിന്റെ ഇപ്പോഴത്തെ ആ വിധിയെ സെറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ ഇത്. അല്ലാതെ ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് കൊടുത്ത ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ വിധി അതൊന്നും ബാധകം ആവുന്നത് അല്ല. പിന്നെ അവർ ചെയ്തത് മഹാപ്രോകൃതം എന്ന് വേണമെങ്കിൽ പറഞ്ഞു. കാരണം ഈ ഭരണഘടന അമൻഡ് മാത്രമേ ഇവരിൽ പറഞ്ഞത് നടപ്പിലാക്കാൻ പറ്റൂ. പ്രസിഡന്റിനും ഗവർണർക്കും ഒരു ടൈം ലിമിറ്റ് വയ്ക്കുക, ബില്ലുകൾ ഒപ്പിടാൻ. അത് പാർലമെന്റിന് മാത്രമേ പറ്റൂ. ഒരിക്കലും തന്നെ ജുഡീഷ്യറിക്ക് പറ്റത്തില്ല. ജുഡീഷ്യറിക്ക് ആയ കേസിൽ ഒന്ന് സർക്കാരിനോട് വേണമെങ്കിൽ പറയാം, യു പ്ലീസ് കൺസിഡർ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദിസ് വേ എന്ന് പറഞ്ഞാൽ ശരി. പക്ഷേ ഈ 2 ജഡ്ജിമാരൊക്കെ ഞങ്ങൾക്ക് ഈ ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള അവകാശമില്ലെന്ന് അറിയില്ല. കാരണം ഇത് രുചി പിടിച്ചത് എപ്പോഴാണെന്ന് അറിയാം. ഇപ്പൊ നമ്മൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഒരുപാട് ജഡ്ജസ്, അതിൽ ഒരാൾ പോലും നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന പ്രകാരമല്ല അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഒരാൾ പോലും നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന പ്രകാരം അല്ല ജഡ്ജിമാര് ആയിട്ടുള്ളത്. അവിടെ ജഡ്ജിമാരായിട്ടിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്, കൊളീജിയം സംവിധാനം പ്രകാരം. കൊളീജിയം സംവിധാനത്തിന് നമ്മുടെ ഭരണഘടനയിൽ ഒരു സ്ഥാനവും ഇല്ല. അപ്പോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാടിന്റെ കേസിലെ ആ വിധി. ഇപ്പോ ഇതിൽ പ്രത്യേകം മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഇപ്പൊ ആ കേസിൽ തമിഴ്നാടായിരുന്നു വാദി, സുപ്രീം കോടതി. എതിർകക്ഷികൾ യൂണിയൻ ഓഫ് ഇന്ത്യ. അങ്ങനെ യൂണിയൻ ഓഫ് ഇന്ത്യക്കെതിരെ ഒരു കേസ് ഒരു സംസ്ഥാനത്തിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 131 പ്രകാരമുള്ള സ്യൂട്ട് മാത്രമേ പറ്റൂ. കാരണം റിട്ട് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 32 അടിസ്ഥാനത്തിലാണ്. ഒരു സംസ്ഥാനത്തിന് മൗലികാവകാശങ്ങൾ ഇല്ല. മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോഴാണ് ആർട്ടിക്കിൾ 32 അടിയിൽ സുപ്രീം കോടതിയിൽ ഇത് ഹർജി കൊടുക്കാൻ പറ്റുക. അപ്പോ ഈ കൊടുത്ത കേസ് പോലും സുപ്രീം കോടതി ഫയൽ ചെയ്തിരിക്കാൻ പാടില്ലായിരുന്നു. അതിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഇല്ല. 131 പ്രകാരം സൂട്ട് ഫയൽ ചെയ്യാം, പക്ഷേ ആർട്ടിക്കിൾ 32 പ്രകാരമുള്ളത് റിട്ട് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ കോടതി ഫയൽ സ്വീകരിച്ചു എങ്കിൽ തന്നെ ഇത്രയും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് വിടാം, ഒരു 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് വിടാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബെഞ്ച് ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള വിധി പറയുമായിരുന്നില്ല. അപ്പോ മഹാദേവനും പർദിവാലയും പറഞ്ഞ വിധി ഇന്നും അതുപോലെ തന്നെയാണ്. ഡീംഡ് അസന്റ് ഉണ്ട്. പക്ഷെ ഇനി മേലെ ഇവരെക്കാർക്കും തന്നെ ആ ബൈൻഡിങ് എല്ലാവർക്കും ഒപ്പിടേണ്ട ആവശ്യമില്ല. ക്ലിയറായോ ഞാൻ പറഞ്ഞത്? തീർച്ചയായിട്ടും. ഇതിൽ അത് തന്നെ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. സംശയം ഉണ്ടാവാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല നിയമവിദഗ്ധരും, അതായത് യൂട്യൂബ് ചാനലെല്ലാം ചെയ്യുന്ന, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും അവരെല്ലാവരും പറഞ്ഞത് ഈ ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് വന്നതോടുകൂടി തമിഴ്നാട്ടിലെ ഗവർണർ പാസ്സാക്കിയ നിയമങ്ങളെല്ലാം അസാധുവായി എന്ന് വരെ പറഞ്ഞ നിയമവിദഗ്ധരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്. അതെ. അപ്പൊ അത് വിധി എന്നാണ് പറയുന്നത്. അതെ, 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ വിധി, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ അഡ്വൈസ്. അതെ. അപ്പൊ അത് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിക്കാനായിട്ട് കാരണം.
കാരണം അതിലൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ സുപ്രീം കോടതി തന്നെയാണല്ലോ രണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിന്റെ അതെ അതെ അപ്പൊ ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതിലിപ്പോ സാറ് പറഞ്ഞു ഇതിനൊരു ഒരു റിവ്യൂ പെറ്റീഷനോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഈ പാസ്സാക്കിയ വിധികൾ നിയമപരമല്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു ഇതിന് പോവാതെ മറ്റേ വിധി അട്ടിമറിക്കപ്പെടില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കുകയും വേണം. കാരണം ഒരു പക്ഷേ റിവ്യൂ ഓൾറെഡി പോയിട്ടുണ്ടാവുമായിരിക്കാം, എന്നാലും നമുക്കറിയില്ല, എനിക്കറിയില്ല. റിവ്യൂവിന്റെ സമയം കഴിഞ്ഞല്ലോ. അതെ അതെ അതെ. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കേസുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു കേസാണെന്ന് പറയാം. കാരണം തമിഴ്നാട് തന്നെയാണ് ഈ തിരുപ്പുറംകുണ്ട്രം കേസും സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോയി അതിലൊരു വിധി വന്നത്. അവർക്കെതിരായിട്ടൊരു വിധിയാണ് വന്നത്. തിരുപ്പുറംകുണ്ട്രം മലയിലുള്ള ആ ഒരു ദീപത്തൂണിൽ തിരി കത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് സർക്കാർ കേസ് പോയത്. പക്ഷേ GF സ്വാമിനാഥൻ അതിനെ വിധി പ്രഖ്യാപിച്ച് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ്. അതിന് കാര്യമായ കാരണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ജഡ്ജി വളരെ പ്രഗത്ഭനായ ഒരു ജഡ്ജിയാണ്. ഒരു വർഷം ഏതാണ്ട് 15,000 കേസുകളോളം തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല അതേപോലത്തെ കുറച്ച് ജഡ്ജിമാരെ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പെൻഡിംഗ് ഉള്ള കേസുകളൊക്കെ ഒരുപക്ഷെ തീർപ്പാക്കാൻ സാധിക്കുകയും ചെയ്യും. അത്രയും കാര്യക്ഷമതയുള്ള ഒരു ജഡ്ജിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിലൊരു പ്രതികാര നടപടി എന്നോണം ഇവര് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനായിട്ട് സ്പീക്കർക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതില് സാറിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അത് അങ്ങനെ ഒരു ഇംപീച്ച് ചെയ്യാനുള്ള ആവശ്യം കൊടുത്തത് തന്നെ അവരുടെ വിവരക്കേടാണ് കാണിക്കുന്നത്. ഒരു ഹൈക്കോടതിയിലെയോ ഒരു സുപ്രീം കോടതിയോ ജഡ്ജി ക്യാൻ ബി ഇംപീച്ച് only under 2 grounds: proven misconduct അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി. ഈ 2 ഗ്രൗണ്ടിലല്ലാതെ ഇന്ത്യയിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയെയും ഒരു സുപ്രീം കോടതി ജഡ്ജിയെയും ഇംപീച്ച് ചെയ്യാനേ പറ്റില്ല. മോറോവർ 75 വർഷമായിട്ട് ഇത് ചരിത്രത്തിൽ ഇതുവരെ ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്തിട്ടും ഇല്ല. കാരണം ഇംപീച്ച് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ ജസ്റ്റിസ് സ്വാമിനാഥൻ പ്രൂവൻ മിസ്കണ്ടക്ട് ഒന്നും ഇല്ലല്ലോ പുള്ളിയുടെ പേര്, അല്ലെങ്കിൽ പുള്ളിക്ക് ആരോഗ്യപരമായ യാതൊരു പ്രശ്നങ്ങളും ഇൻകപ്പാസിറ്റിയും ഇല്ല. ഇതൊക്കെ വിവരമില്ലാതെ ആൾക്കാർക്ക് നിയമമൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാമെന്നല്ലാതെ ഇതൊരു ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോസസ് മാത്രമാണ്. ഒരു ജഡ്ജിക്കെതിരെ ഭരണഘടനാപരമായിട്ട് ഇംപീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ മിനിമം 50 MP ഒപ്പിട്ടിട്ട് വൈസ് പ്രസിഡന്റിന് കൊടുക്കണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പാർലമെന്റിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ലോക്സഭയിലാണെന്നുണ്ടെങ്കിൽ 100 പേര് മിനിമം വേണം. ഇതിൽ പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സ്പീക്കർ കൊടുത്തു കഴിഞ്ഞാൽ സ്പീക്കർ ഒന്നുമില്ലാതെ നോ എന്ന് പറഞ്ഞാൽ ആ മോഷൻ അവിടെ തിരിയുക. വേറെ ദർ ഇസ് നോ എനി അതർ റെമഡി. അപ്പോ അദ്ദേഹം ഓക്കെ യെസ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഏതെങ്കിലും ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും പിന്നെ ഒരു പ്രോമിനന്റ് ജൂറിസ്റ്റും അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകും. ഈ കമ്മിറ്റി ആദ്യം പരിശോധിക്കണം ഇദ്ദേഹത്തിന് ഒന്ന് പ്രൂവൻ മിസ്കണ്ടക്ട് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻകേപ്പബിൾ ആണോ എന്ന് ആ കമ്മിറ്റി പറയും. ആ കമ്മിറ്റി പറയാനല്ല പുള്ളി കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഷൻ അവിടെയും ചെയ്തു. അതല്ല കുഴപ്പം ഉണ്ട്, പുള്ളി കുറ്റക്കാരാണോ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിലാണെന്നുണ്ടെങ്കിൽ ഈ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയും. ശരി, അന്നത്തെ ദിവസം ചർച്ചയിൽ പങ്കെടുത്തതും വോട്ട് ചെയ്യുന്നതും ആയ MP-മാരിൽ 3/2 ഭൂരിപക്ഷം വേണം. അത് മാത്രവും പോരാ, അത് ഈ ടോട്ടൽ മെമ്പേഴ്സിന്റെ പകുതിയിൽ കൂടുതലും വേണം. അപ്പോ ആ സമയത്ത് വോട്ടിങ്ങിന്റെ അന്ന് ഈ ഭരണകക്ഷി വിചാരിക്കുക അവർ അബ്സ്റ്റെയിൻ ചെയ്ത എന്ത് സംഭവിക്കും? നമ്മളിപ്പോ 453 വോട്ടേഴ്സ് ഉണ്ട് പാർലമെന്റ് എടുക്കുകയാണ്. അപ്പോ ഈ വോട്ടിങ്ങിന് മുമ്പ് അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഈ ഭരണകക്ഷി തന്നെ അബ്സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പകുതി കൂടുതൽ വരാനേ പോകുന്നില്ല. ഈ 2 മെജോറിറ്റിയും വേണം. അതുകൊണ്ട് ഇംപീച്ച് ചെയ്യുന്നതൊക്കെ വലിയ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഈ സ്വാമിനാഥൻ ജഡ്ജിയെ ഇപ്പോഴത്തെ ഇങ്ങനെ വിധി പറഞ്ഞുവെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ യു ഗോ ഫോർ അപ്പീൽ, യു ഗോ ടു ദ സുപ്രീം കോടതി ആൾസോ. അല്ല എന്താ ഇംപീച്ച് ചെയ്യാനുള്ളത്? കാരണം ഈ 2 ഗ്രൗണ്ടിലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് there does not arise any question of impeachment. ഇതൊക്കെ ചെറിയ രാഷ്ട്രീയ കളികളൊക്കെ. അങ്ങനെയൊക്കെ നമുക്ക് വിവരമുണ്ടെങ്കിൽ നമ്മൾ ആ ചർച്ച ചെയ്യാനേ പോവില്ല, നമ്മുടെ സമയം വൈറ്റ് വേസ്റ്റ്. അതുകൊണ്ട് ഇതില് ഇംപീച്ച്മെന്റ് നടക്കില്ല.
അതെ, അതിൽ ഒരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടായത്. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കമന്റ് പറയുന്നതാണ്. ഇവർ അപ്പീലിന് പോയി, സുപ്രീം കോടതിയിൽ പോയി, ഇത് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റോടെ പെട്ടെന്ന് വാദം കേൾക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് ചെന്നു. അപ്പോൾ നമ്മുടെ സൂര്യകാന്ത്, ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള ആൾ പറഞ്ഞു, ഇവിടെ ഈ പ്രൊഫഷണൽ ട്രീറ്റ്മെന്റ് നടക്കില്ല, നിങ്ങൾ ഈ വന്നിരിക്കുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ക്യൂവിൽ പോയി സാധാരണ അതിൽ രജിസ്ട്രാർഡ് അടുത്ത് പോയി പതുക്കെ വന്നാൽ മതി, ഇനി പ്രൊഫഷണൽ ട്രീറ്റ്മെന്റ് അനുവദിക്കില്ല എന്നൊരു കമന്റ് കൂടി അതിന്റെ കൂടെ വന്നു. അതും ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വലിയ ജഡ്ജിമാർ വിചാരിച്ചാൽ ഓടിച്ചെല്ലുന്നത്. വലിയ വക്കീലന്മാർ. സത്യം പറഞ്ഞാല് ഈ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഭയങ്കര കോസ്റ്റ്ലി അഫയറാണ് സുപ്രീം കോടതി പോകുന്നത്. അവിടെ തന്നെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സീനിയർ അഡ്വക്കേറ്റ്സിന് ഈ നേരത്തെ പറഞ്ഞ പ്രിഫറൻഷ്യൽ ഹിയറിംഗ് അതെന്താണ്? ഈ റോസ്റ്റർ പ്രകാരം അല്ലാതെ വരുമ്പോൾ ഈ കോടതിയിൽ പോയിട്ട് ഇവർ കിടന്ന് നിലവിളിക്കും, എനിക്ക് ഓറൽ മെൻഷൻ ചെയ്യുന്നു, ഉടനെ കേസ് വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ ഫീസൊക്കെ ഇത്രയും കോടികളും ലക്ഷങ്ങളും ഒക്കെ ആവണം. എന്തിനാണെന്ന് അറിയാം? ഈ പ്രിഫറൻഷ്യൽ ഹിയറിങ്ങിന് വേണ്ടി മാത്രം, അല്ല അവർ പറയുന്ന നിയമത്തിന് വേണ്ടി തന്നെ പെട്ടെന്ന് കേസ് കിട്ടും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ കാലാകാലങ്ങളിലായിട്ട് ക്യൂവിൽ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ലിറ്റിഗന്റിന്റെ അവകാശമാണ് പോകുന്നത്. ആർട്ടിക്കിൾ 14 നഗ്നമായ ലംഘനമാണ് ഈ പ്രിഫറൻസ് ഹിയറിംഗ്. ഇപ്പോഴും അത് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിട്ടില്ല. അതായത് അത്യാവശ്യമുള്ള കേസുകൾ ഇറ്റ് ക്യാൻ ബി ഉള്ളതിങ്, ആ അത്യാവശ്യം എന്താണെന്ന് കാണിക്കണം. ഒരാൾ ആളെ തൂക്കിക്കൊല്ലാൻ പോകും, അതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റന്നാൾ കേൾക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഡിമോളിഷൻ, ഏതെങ്കിലും ഇപ്പൊ എൻ്റെ വീട് ഡിമോളിഷ് ചെയ്യാൻ പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഓവറലായിട്ട് അല്ലാതെ റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ട് അത് അങ്ങനെയുള്ള കേസുകൾ മാത്രമേ വരും. അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ വളരെ കുറവായിരിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ സീനിയർ അഡ്വക്കേറ്റ് എന്ന് കപിൽ സിബലും മറ്റേ സിബിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വന്നിട്ട് ഗോളടിക്കുകയും കോടതിയുടെ കൂട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ സാധാരണക്കാരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ വരെ ഈ പെൻഡിങ്ങിലായി തന്നെ അവശേഷിക്കുന്നുണ്ടാണ്. അതുകൊണ്ട് ഇത് ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം ഇത് സുപ്രീം കോടതിയുടെ ആ ക്രെഡിബിലിറ്റി നിലനിർത്താനും ജനങ്ങൾക്ക് ആ കോടതിയിലുള്ള വിശ്വാസം നിലനിർത്താനും ആണ് സഹായിക്കുന്നത്. മറ്റത് ആര് പോയി മെൻഷൻ ചെയ്യുന്നു ആ കേസുകൾ കേൾക്കാൻ കോടതി തയ്യാറായി കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആർട്ടിക്കിൾ 14 ഈ കോടതി വരാന്തയിൽ വെയിറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. ഇത് വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് ചീഫ് ജസ്റ്റിസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീനിയർ അഡ്വക്കേറ്റ്സിന്റെ ഈ അശ്വമേധം കുറെയൊക്കെ അവസാനിക്കും എന്നുള്ളതാണ് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം. ഓക്കെ സർ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ.